ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. ഔട്ടിംഗ് വ്ളോഗ് എന്ന് പറയുമ്പം സ്കൂൾ തുറക്കാനായി ഇപ്പോൾ ഹാദിൻ്റെ മുടി വെട്ടിക്കാനുണ്ട്, ഓനക്ക് സ്കൂൾ ഷൂ എടുക്കാനുണ്ട്. പിന്നെ മുത്തുവിൻ്റെ നിക്കാഹിന് ഞാനും നിശ്ചയിക്കുന്ന ഡ്രസ്സ് എടുത്തത്, അമ്മ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മക്ക് ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ചെറിയൊരു ഔട്ടിങ്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ആദ്യം ഹാദിന് മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ബാർബർ ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഹാദി അവൻ്റെ മാഡത്തിനെ കണ്ടു. അവനെ UKG പഠിപ്പിച്ച അവൻ്റെ മാഡായിരുന്നു കേട്ടോ. പിന്നീട് ഇപ്പോൾ നമ്മൾ സ്കൂൾ മാറിയല്ലോ. അപ്പോൾ മാഡത്തിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നാട്ടിൽ എത്തിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാഡത്തിനെ കണ്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ചെയ്തിട്ട് അവന് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഹാദിയോനെ മുടി വെട്ടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഓനെ ഇവിടെ നിന്ന് തന്നെയാണ് വെട്ടിക്കാറ്. ഓനെ എവിടെ കൊണ്ടുപോയി വെട്ടിച്ചാലും എനിക്ക് ഈ കാക്ക ഓൻ്റെത് വെട്ടിക്കഴിഞ്ഞാലാണ് അത്രയും ഒരു വൃത്തിയും സംതൃപ്തിയും ഒക്കെ എനിക്ക് തോന്നാറുള്ളത്. പിന്നെ ചെറുപ്പം തൊട്ടേ മുടി വെട്ടാൻ എനിക്ക് ഓനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സാധാരണ കുട്ടികളൊക്കെ കരഞ്ഞു വിളിക്കും, പക്ഷേ ഓന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മുടി വെട്ടാൻ കാണിച്ചു കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ആ ചെറുപ്പം തൊട്ടേ നമ്മൾ ഇവിടെ തന്നെയാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ നമ്മൾ പോലീസ് കട്ടാക്കിയിട്ട് തന്നെ വെട്ടിയത്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കണം, അതൊന്നും പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും നല്ലോണം ചെറുതാക്കി എന്നെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. മുടുക്കനായി. ഇതാണ് എനിക്ക് നല്ലത്. അവിടെ നോക്ക്. പിന്നീട് നമ്മൾ ഫാൻസിയിൽ കയറിയിട്ടോ. അപ്പോൾ മുത്തുവിൻ്റെ നിക്കാഹിന് നമ്മൾ സാധാരണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചേക്കുള്ള ഫാൻസി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഫാൻസി ഐറ്റംസ് ഒരുപാടൊന്നുമില്ല. എനിക്ക് ഇയറിങ്സ് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചൂട്ടിയും ഒക്കെ നോക്കണം എന്ന് വിചാരിച്ചു. പിന്നെ നിശ്ചയം ഒക്കെ ചൂട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വലിയ വലിയ ഇയറിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മുഖം നല്ല തടിയുള്ള കാരണം വലിയ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ബോറായിരിക്കും. അപ്പോൾ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്നാൽ കുറച്ച് വലുപ്പം വേണേനും അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ തിരഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഞങ്ങളെപ്പോഴും ഈ ഒരു ഫാൻസി തന്നെയാണ് കേട്ടോ വരാറ്. നിഷേൻ്റെ നിക്കാഹിനും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ സാധനം എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല വിലക്കുറവാണെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. എപ്പോഴും ഇവിടെ നിന്ന് കിട്ടാതെ മടങ്ങാറില്ല. ഇത് പഴയ സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള മെഹന്തി ഫാൻസിയാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മളെപ്പോഴും വരാറുള്ളത്. അങ്ങനെ ഞാൻ കമ്മലൊക്കെ നോക്കി 1-2 സെലക്ട് ചെയ്തു. നിഷയ്ക്കും വാങ്ങിച്ചു, എനിക്കും വാങ്ങിച്ചു. പിന്നീട് ഹാദിക്ക് പൗച്ച് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ പൗച്ചൊക്കെ അവിടെ നിന്നാണ് വാങ്ങിയത്. പിന്നെ ബ്യൂട്ടി ബ്ലെൻഡർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങേണ്ടിയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ അന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നീട് ഹാദിക്ക് സ്കൂൾ ഷൂ എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ കൽസാഡയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് മഞ്ചേരിയിൽ പഴയ ഷമീം ഫുട്വെയർ പുതിയതാക്കിയതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വരാറുള്ളത്. പണ്ട് തൊട്ടേ ഷമീമെന്നാണ് ചെരുപ്പൊക്കെ എടുക്കാറുള്ളത്. അങ്ങനെ ഹാദിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ എടുത്തു. ഒഡീസിയൻ്റെയാണ് എടുത്തത്. ഈ ഒരു സംഭവം ഇങ്ങനെ ഓന് വേണമെന്ന് പറഞ്ഞപ്പോൾ നോക്കി. പക്ഷേ ഇതിൽ വെള്ളമൊക്കെ കടന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ ഈ മഴക്കാലം കാര്യമൊക്കെ ആയതുകൊണ്ട് പിന്നെ അത് എടുത്തില്ല. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം ഒഡീസിയൻ്റെ ഒരു ഷൂ ആണ് നമ്മൾ എടുത്തത് കേട്ടോ. പിന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു. മുത്തുവിനെ നിക്കാഹിന് ഒരു ചെരുപ്പ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാരൻ്റെ നിന്ന് പോന്നപ്പോൾ ഞാൻ ഷൂ ആണ് എടുത്തത്. നാട്ടിൽ നിന്ന് 1-2 ഒക്കെ ഉള്ളത് ഷൂ ആണ്. അപ്പോൾ ചെരുപ്പിൻ്റെ ഒരു കമ്മിയുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞു പെരുന്നാളൊക്കെ അടുപ്പിച്ച് ഇനി ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും അടുത്ത ആഴ്ച പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നിശ്ചയെത്തും. അപ്പോൾ ഓളെ കൂട്ടിയിട്ട് പോയി എടുക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ചെരുപ്പ് എടുത്തില്ല. എന്തായാലും ഇവിടെ തന്നെ വരണം ഇനി ചെരുപ്പ് എടുക്കാനായിട്ടോ. ഷൂ ഒക്കെ എടുത്തു. ഇനി ഹാദിക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പോരാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് റിയാൽ ഷവായ എന്നുള്ള ഷോപ്പിലാണ് കേട്ടോ. അപ്പം മഞ്ചേരിയിൽ പഴയ മലപ്പുറം റോട്ടിലുള്ള KR ബേക്കറിൻ്റെ അവിടെ K6 എന്ന് പറഞ്ഞിട്ട് റിയാൽ ഷവായ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഹാദിക്ക് മന്തി വേണം, ഷവായ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മന്തിയും പിന്നെ അതുപോലെ തന്നെ ഷവായയാണ് ഓർഡർ ചെയ്തിട്ടോ. പിന്നെ മിൻറ്റ് ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള റൈസ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾക്ക് 3 പേർക്ക് കഴിക്കാനൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഷവായൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഹാദിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. ഓനിങ്ങനെ ഷവായിൻ്റെയും ബ്രോസ്റ്റിൻ്റെയും ഒക്കെ ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് അമ്മക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടുണ്ടായിരുന്നു മുത്തുവിൻ്റെ നിൽക്കാന് വേണ്ടിയിട്ട്. അപ്പോൾ കസവ് കേന്ദ്രയിലാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ കസവിൽ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാമെന്നൊക്കെ വിചാരിച്ച് എന്തായാലും നമ്മൾ പോയിട്ടുണ്ട്. കസവിൽ എപ്പോഴും വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ നല്ല അടിപൊളിയായിട്ട് പിന്നെ അതുപോലെ ഈ ഒരു എൻട്രിയൊക്കെ ഒരു സൂപ്പറായി വെച്ചിട്ടുണ്ട്. അവിടെ ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ചെന്ന് കയറിയപ്പോൾ തന്നെ ചുരിദാർ സെക്ഷനിൽ നല്ല അടിപൊളി ചുരിദാർസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡലാണ് ഞാനും നിഷയൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചുരിദാർ നോക്കാനായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ അതാ ഇവിടെ ഒരുപാട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് സ്കൂൾ തുറക്കണ ടൈമാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സെക്ഷനിലൊന്നും അല്ല തിരക്ക് മൊത്തം ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പലതും നോക്കി, പക്ഷേ ഉമ്മാക്ക് ലൈറ്റ് കളർ ഇട്ടാൽ അങ്ങനെ ചേരില്ല. ഉമ്മാക്ക് ഡാർക്ക് കളറാണ് എപ്പോഴും ഭംഗി ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഡാർക്ക് കളറൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു. രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കളറെല്ലാം നോക്കി. അപ്പോൾ ചില കളേഴ്സൊന്നും അങ്ങോട്ട് സ്യൂട്ട് ആവണില്ല. ചിലത് നല്ല കളറാകുമ്പോൾ അതിന്മേൽ നല്ല വർക്കില്ല. അപ്പോൾ എന്തായാലും നിക്കാഹിൻ്റെയൊക്കെ ഒരു പരിപാടിക്കല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു നല്ല രസമുള്ളതാവട്ടെ. അപ്പോഴാണ് നമ്മളൊരു റെഡ് കണ്ടത് കേട്ടോ. ഇതൊരു മറൂൺ റെഡാണ്. ഇതിൽ കാണുന്ന പോലത്തെ കളറേ അല്ല, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ എടുത്തത് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മളത് ഇറങ്ങി. അപ്പം നമ്മൾ ബില്ലൊക്കെ ആക്കി സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സുമയ്യ പ്രസവിച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണ്. അപ്പോൾ ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഇതിൽ പെട്ടിട്ടില്ല തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ വീഡിയോ തപ്പിയപ്പോൾ കാണാനില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ പർച്ചേസിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.